ചേട്ടാ നമസ്കാരം. നമസ്കാരം. ഒരു അപൂർവ സംഗമത്തിന് നമ്മുടെ രാജ്യം സാക്ഷ്യം വഹിച്ചേക്കും എന്നുള്ള ഒരു റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട്. നമ്മുടെ ന്യൂഡൽഹിയിലാണ് ഇത്തവണത്തെ ബ്രിക്സ് ഉച്ചകോടി നടക്കുന്നത്. അപ്പൊ ഇതിൽ പങ്കെടുക്കാനായിട്ട് 3 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധികൾ, അത് ഞാനിപ്പോൾ എടുത്തു പറഞ്ഞത് അവർ വളരെ നമുക്ക് ഇമ്പോർട്ടന്റ് ആയതുകൊണ്ടാണ് പറഞ്ഞത്. 2026 ബ്രിക്സ് ഉച്ചകോടിയിൽ പങ്കെടുക്കാനായിട്ട് ഷീ ജിൻപിങ് എത്തിയേക്കും എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. സെപ്റ്റംബറിൽ ന്യൂഡൽഹിയിലാണ് ഇത് നടക്കുന്നത്. ഷീ ജിൻപിങ്ങിന് വരും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നു. ഈ യാത്ര നടന്നു കഴിഞ്ഞാൽ 2020 COVID-19 പകർച്ചവ്യാധിക്കും ഗ്യാൽവാൻ അതിർത്തി തർക്കത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ആദ്യത്തെ ഇന്ത്യ സന്ദർശനമായിരിക്കും ഇത് എന്നുള്ളത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. മിഡിൽ ഈസ്റ്റിലെ യുദ്ധത്തിനിടയിൽ ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വരുന്നത് മറ്റു പല മാനങ്ങളും, അതായത് നയതന്ത്ര സംഭവങ്ങൾക്കും സാക്ഷ്യം വഹിച്ചേക്കാം എന്നും ഇപ്പോൾ പാശ്ചാത്യ മാധ്യമങ്ങൾ പറയുന്നുണ്ട്. ഇനി ഷീ ജിൻപിങ് മാത്രമല്ല വരുന്നത്, വ്ളാഡിമിർ പുടിൻ വരുന്നുണ്ട് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം. സെപ്റ്റംബർ 12, 13 തീയതികളിൽ ഇന്ത്യയിൽ നടക്കുന്ന ഉച്ചകോടിക്ക് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും എത്തും. അങ്ങനെ എത്തിക്കഴിഞ്ഞാൽ നരേന്ദ്രമോദി, വ്ളാഡിമിർ പുടിൻ, ഷീ ജിൻപിങ് ഇവർ 3 പേരും നിൽക്കുന്ന ഒരു വേദിയായിരിക്കും അന്ന് ലോകം സാക്ഷ്യം വഹിക്കുന്നത് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പക്ഷെ പുടിന്റെ ഇന്ത്യ സന്ദർശനത്തിനെ കുറിച്ച് ക്രെംലിനോട് സൂചന നൽകിയിട്ടുണ്ട്. ഷീ ജിൻപിങ്ങിന്റെ സന്ദർശനത്തിനെ കുറിച്ച് അദ്ദേഹം വന്നേക്കും എന്നാണ് പറഞ്ഞത്. പക്ഷെ അദ്ദേഹം വരാനുള്ള സാധ്യതയാണ് 90% ഉള്ളത് എന്നുള്ള റിപ്പോർട്ടുകൾ തന്നെയാണ് മാധ്യമങ്ങളെല്ലാം പങ്കുവയ്ക്കുന്നത്. അപ്പൊ ഇതിനിടയിൽ ബ്രിക്സ് ഉച്ചകോടിക്ക് മുന്നോടിയായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്ത മാസം കിർഗിസ്ഥാൻ സന്ദർശിക്കും എന്നുള്ള ഒരു വാർത്ത പുറത്തു വരുന്നു. ഈ കിർഗിസ്ഥാൻ അദ്ദേഹം എന്തിനാണ് സന്ദർശിക്കുന്നത്? അദ്ദേഹം ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിൽ പങ്കെടുക്കാനാണ് അങ്ങോട്ടേക്ക് പോകുന്നത് എന്നുള്ളതാണ്. നരേന്ദ്രമോദി റഷ്യ, ചൈന, ഇറാൻ എന്നീ രാജ്യങ്ങളുടെ ഉന്നത നേതാക്കളുമായി അവിടെ വെച്ച് കൂടിക്കാഴ്ച നടത്തും എന്നുള്ളൊരു റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. US ഇറാൻ സംഘർഷത്തിന് ശേഷം അംഗരാജ്യങ്ങളുടെ ആദ്യത്തെ ഉച്ചകോടിയായിരിക്കും എന്നുള്ളതാണ് ഈ ഷാങ്ഹായ് ഉച്ചകോടിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഈ SCO ഉച്ചകോടി പ്രാദേശിക സുരക്ഷ, പശ്ചിമേഷ്യയിലെ സ്ഥിതി, വ്യാപാരം, സഹകരണം തുടങ്ങിയ വിഷയത്തിൽ യോഗം ചേർന്ന് അത് ചർച്ച ചെയ്യും എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. പിന്നെ അത് കഴിഞ്ഞ് ഷീ ജിൻപിങ് ഇന്ത്യയിലേക്ക് വന്നു കഴിഞ്ഞാൽ ഇന്ത്യ ചൈന ബന്ധങ്ങളുടെ കാര്യത്തിൽ അതൊരു പ്രധാന നയതന്ത്ര നടപടിയായി കണക്കാക്കും എന്നുള്ളതാണ്. അതിന്റെ കൂടെ പുടിനും കൂടെ വന്നു കഴിഞ്ഞാൽ ലോകക്രമം തന്നെ മാറ്റിമറിക്കുന്ന രീതിയിലേക്ക് പല കാര്യങ്ങളും ഉണ്ടായേക്കാം എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് കേട്ടോ. അതിനിടയിൽ ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിന്റെ ഇന്ത്യ സന്ദർശനം കണ്ട് പാകിസ്ഥാൻ കുരുപൊട്ടിയിട്ടുണ്ട്. പാകിസ്ഥാനാണെങ്കിൽ ഇത് കണ്ടുകൊണ്ട് ഷീ ജിൻപിങ്ങിനെ ഞങ്ങളെ പാകിസ്ഥാനിലേക്ക് വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഷീ ജിൻപിങ്ങിനെ പാകിസ്ഥാനിലോട്ട് സന്ദർശിക്കാൻ വരാനായിട്ട് പറഞ്ഞിട്ടുണ്ട്. 2027 ഇസ്ലാമാബാദിൽ നടക്കുന്ന ഷാങ്ഹായ് സഹകരണ സംഘടന ഉച്ചകോടിയിലേക്ക് ഷീ ജിൻപിങ്ങിനെ വിളിച്ചിട്ടുണ്ട്. എന്നിട്ട് പാകിസ്ഥാൻ വേറൊരു കാര്യം കൂടെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. താങ്കളെ മാത്രമല്ല ഞങ്ങൾ ക്ഷണിച്ചിരിക്കുന്നത്, ഞങ്ങൾ നരേന്ദ്രമോദിക്കും കത്തയക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. മോദി ക്ഷണിക്കുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. പാകിസ്ഥാനിൽ നടക്കുന്ന 2027 നടക്കുന്ന ഷാങ്ഹായ് ഉച്ചകോടിക്ക് ഞങ്ങൾ മോദിയെ ഇങ്ങോട്ടേക്ക് ക്ഷണിക്കുന്നുണ്ട്. 2026 സെപ്റ്റംബറിൽ പാകിസ്ഥാൻ SCOയുടെ അധ്യക്ഷ സ്ഥാനം ഏറ്റെടുക്കുകയും 2027 ഇസ്ലാമാബാദിൽ ഉച്ചകോടിക്ക് ആതിഥേയത്വം വഹിക്കുകയും ചെയ്യുമെന്നുള്ളത് സത്യമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ അവിടെ ഈ നേതാക്കന്മാരൊക്കെ എത്തണ്ടേ? ഷീ ജിൻപിങ്ങും പുടിനും മോദിയും ഒക്കെ പാകിസ്ഥാനി വരണ്ടേ? പാകിസ്ഥാനാണെങ്കിൽ ജനങ്ങൾ തന്നെ പുറത്തേക്ക് ഇറങ്ങുന്നത് എപ്പോ തലയിൽ ബോംബ് വീഴുന്നു നോക്കിയാണ് അവര് പുറത്തേക്ക് ഇറങ്ങുന്നത്. ആ ഒരു സാഹചര്യത്തിലാണ് പാകിസ്ഥാൻ ഇത് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഈ ഒരു സംഭവ വികാസത്തെ കുറച്ച് കോമഡി ഉണ്ട്, പക്ഷെ അതിലേറെ ഈ ലോകക്രമത്തെ മാറ്റിമറിക്കാൻ സാധിക്കുന്ന, പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ ഒക്കെ പശ്ചാത്തലത്തിൽ മാറ്റിമറിക്കാൻ സാധിക്കുന്ന ഒരുപാട് നേതാക്കളുടെ ഒരു സംഗമത്തിന് ഇന്ത്യ ആതിഥേയത്വം വഹിക്കുന്നു എന്നുള്ള ആ ഒരു സംഭവ വികാസത്തിന് നടക്കാൻ പോകുന്ന ഈ കാര്യത്തിന് എത്രത്തോളം പ്രാധാന്യമുണ്ട്, ലോകരാജ്യങ്ങൾ ഇതിനെ എങ്ങനെ കാണുന്നു, ഏറ്റവും ബേസിക് ആയിട്ട് ട്രംപ് ഇതെങ്ങനെ സഹിക്കും എന്നുള്ളതാണ് ഇത് ചോദ്യം. ഒരു രാജ്യം ധനുഷ് വിട്ടുപോയി, ഏതാണ്? ഇറാന്റെ പ്രതിനിധികളും വരുന്നുണ്ട്. അതായത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ഞാൻ ഇന്നൊരു നാഷണൽ ചാനലിന്റെ ഹെഡ്ലൈൻ കണ്ടത് ട്രംപിന്റെ 3 ശത്രുക്കൾ ഇന്ത്യയിലേക്കെന്നാണ്. ഇറാൻ, റഷ്യ, ചൈന ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തുന്നു എന്നാണ്. ഇത് ട്രംപിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെയാണ്. ക്ഷീണം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഭയം എന്നുള്ളതല്ല, കാരണം അദ്ദേഹത്തിന്റെ ഇമേജിന് അതൊരു കൊട്ട. കാരണം മറുഭാഗത്ത് ഒരു വലിയ ചേരി ഒരു ഉച്ചകോടി നടത്തുന്നു. മറ്റേ ട്രംപിന് ആ ഒരു ഇതിലേക്ക് ഒരു യുദ്ധത്തിൽ പെട്ട് കിടക്കുകയാണ് പുള്ളി. ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ പെട്ട് കിടന്നിട്ട് എങ്ങും പോകാൻ കഴിയാത്ത, തലയൂരാൻ പെടാപ്പാട് വിട്ടു നിൽക്കുന്ന ഒരു അമേരിക്കൻ പ്രസിഡന്റും മറുഭാഗത്ത് വളരെ ഗംഭീരമായിട്ടൊരു ഉച്ചകോടി, പ്രത്യേകിച്ച് ഇതിനെ RICയുമായിട്ട് നമുക്ക് കാണേണ്ടി വരും. റഷ്യ, ഇന്ത്യ, ചൈന കൂട്ടുകെട്ട് കഴിഞ്ഞ കുറെ നാളുകളായി വളരെ ആക്റ്റീവായിട്ട് മുൻപോട്ട് പോവുകയാണ്. ഈ സാഹചര്യത്തിലാണ് ബ്രിക്സിന്റെ, പഴയതുപോലെ അല്ല ബ്രിക്സ്. ഈ ബ്രിക്സ് രൂപപ്പെടുത്തിയപ്പോൾ ആദ്യം യൂറോപ്യൻ രാജ്യങ്ങൾ പറഞ്ഞത് ഒരു കടലാസ സംഘടന എന്നാണ്, കടലാസ പുലിയാണ് എന്നാണ് പറഞ്ഞിരുന്നത്. പിന്നീട് ആ കടലാസ പുലി പതുക്കെ മാറി വന്നു കഴിഞ്ഞപ്പോൾ അവർ ഉയർത്തിയ ഏറ്റവും വലിയ ആരോപണം G7 എതിരായിട്ട് ഉയർന്നു വരുന്ന ഒരു ഗ്രൂപ്പാണ് ഇതെന്ന് അവർ പറഞ്ഞിരുന്നു.
ഇപ്പോൾ അത് മാറിക്കൊണ്ട് ബ്രിക്സ് അങ്ങനെ പെട്ടെന്ന് തകരുന്നതോ ഇല്ലെങ്കിൽ ദുർബലവുമല്ല എന്നാണ് ഇപ്പോൾ അത് വ്യക്തമാണ്. കാരണം അവർ എല്ലാ വർഷവും അതിന്റെ ഉച്ചകോടി നടക്കാറുണ്ട് എന്ന് മാത്രവുമല്ല, അതിന്റെ മറ്റ് നിർണായക യോഗങ്ങൾ പല 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 സെഷനായിട്ട് നടക്കാറുമുണ്ട്. പലപ്പോഴും അവരുടെ മന്ത്രിമാർ, നമ്മളത് പിന്നൊന്നും ആരും വലിയ വാർത്തയാക്കുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ, അവരുടെ പ്രതിനിധികളും മന്ത്രിമാരും ഒക്കെ അടിക്കടി വന്നിട്ട് ഇവിടുത്തെ ഇതിന്റെ മീറ്റിങ്ങുകൾ എല്ലാ രാജ്യങ്ങളുടെയും വന്ന് നടത്താറുണ്ട്. ഈ ഒരു സാഹചര്യം കൂടെ നിൽക്കുമ്പോൾ ഇതിന് വലിയ പ്രാധാന്യമുണ്ട്. ശ്രീ നരേന്ദ്രമോദി ചൈനയിൽ പോകുമ്പോൾ അതിനും ഒരു വലിയ പ്രാധാന്യമുണ്ടായിരുന്നു. അന്നത്തെ സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ശ്രീമാൻ ഡൊണാൾഡ് ട്രംപ് എല്ലാ രാജ്യങ്ങൾക്കും വലിയ താരിഫ് ചുമത്തി ഇങ്ങനെ വിരാജിച്ച് നിൽക്കുന്ന ഒരു സമയമായിരുന്നു. 500, 200 ഒക്കെ വായി വരുന്ന താരിഫൊക്കെ ചുമത്തി വെച്ചിരിക്കുന്ന സമയമാണ്. അന്ന് ഏറ്റവും കൂടുതൽ പണി കിട്ടിയ 2 രാജ്യങ്ങളിൽ ഒന്ന് ചൈനയും മറ്റൊന്ന് ഇന്ത്യയുമായിരുന്നു. അതിനിടെ റഷ്യയുടെ എണ്ണ വാങ്ങുന്നു എന്ന് പറഞ്ഞിട്ടായിരുന്നു. അപ്പൊ റഷ്യയും ഒരു ഭാഗത്ത് കലിപ്പിൽ നിന്നു. അപ്പോഴാണ് നരേന്ദ്രമോദി ജപ്പാനിൽ ചെല്ലുകയും ജപ്പാനിൽ നിന്ന് നേരെ അദ്ദേഹം ചൈനയിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള ഒരു എൻട്രി ആയിരുന്നത്. കാരണം അത് നേരത്തെ തന്നെ അതിന് ഒരു വലിയ വാർത്തകളൊന്നും ഇല്ലായിരുന്നു, മോദി എത്തുമോ ഇല്ലയോ എന്നുള്ളത്. 2 ദിവസത്തെ വാർത്തയെ വന്നുള്ളൂ. അപ്പോഴേക്കും മോദി ഈ ചൈനയിൽ എത്തുകയും ചെയ്തിരുന്നു. അതൊരു വലിയ വാർത്തയാണ്. ചൈനീസ് പ്രസിഡന്റ് ഇവിടെ അവസാനം എത്തുന്ന തമിഴ്നാട്ടിലായിരുന്നു. അത് നമ്മുടെ ഈ ഗാൽവാൻ താഴ്വരയിലെ സംഘർഷത്തിന് തൊട്ട് മുമ്പാണ്. അതിനുശേഷം സംഘർഷമൊക്കെ ഉണ്ടായി. കാരണം ചൈന നമ്പാൻ പറ്റാത്ത ഒരു രാജ്യം തന്നെയാണ് അന്നും ഇന്നും എന്നും ഒക്കെ അങ്ങനെ തന്നെയാണ്. പക്ഷെ ഇത്തവണത്തെ വരവിന് ഒരു ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മേഖലയിലേക്ക് ഈ ട്രംപിന്റെ ഒരു കടന്നുകയറ്റം. കാരണം ഇപ്പോഴും ഗ്യാപ്പ് കിട്ടുമ്പോൾ പുള്ളി താരിഫുമായിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യമുണ്ട്. ഈ ഒരു സാഹചര്യത്തിലാണ് ഈ ഒരു ഉച്ചകോടി ഇവിടെ നടക്കുന്നത്. ഇതിന് തൊട്ട് മുമ്പ് ഏതാണ്ട് 2-3 ആഴ്ചക്ക് മുമ്പ് ജപ്പാന്റെ പ്രൈം മിനിസ്റ്റർ ഇന്ത്യയിൽ വന്നിട്ട് അന്ന് നമ്മൾ എടുത്തിരുന്നു ആ വാർത്ത. അപ്പോ 2 രാജ്യങ്ങളുടെയും നാണയങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താൻ തീരുമാനമായിട്ടാണ് പോയിരിക്കുന്നത്. പക്ഷെ ഇന്നലെ വന്നിരിക്കുന്ന ഒരു വലിയ വാർത്തയുണ്ട് അന്തർദേശീയ തലത്തില്. അതായത് ഈ ഡോളറിന്റെ ഇതിന് എതിരെ ഈ ജപ്പാൻ ഇപ്പോൾ ഇതേപോലുള്ള കാര്യങ്ങൾ നോക്കുക. കാരണം അവരുടെ മൂല്യം അവർക്ക് പിടിച്ചു നിർത്തണമല്ലോ. ഈ ഡീഡോളറൈസേഷൻ എന്നുള്ളതല്ല ഇപ്പൊ നമ്മൾ ചെയ്യുന്നത് പോലെ. നമ്മളിപ്പോൾ ഇറക്കുമതിയും മറ്റുമൊക്കെ കുറച്ചുകൊണ്ട് ഡോളറിലേക്കുള്ള ആ ഒരു അധീശത്വം നമ്മൾ കുറച്ച് കൊണ്ടുവരികയാണ്. ഇതേ മെത്തേഡിലേക്ക് ജപ്പാൻ നീങ്ങുന്നു. അത് അമേരിക്ക സംബന്ധിച്ച് വലിയ ക്ഷീണമാണ് ജപ്പാൻ ആ രീതിയിൽ നീങ്ങുന്നത്. എന്നാൽ ജപ്പാൻ പ്രധാനമന്ത്രി പറയുന്നത് ഞങ്ങൾ അങ്ങനെ ഒരു നീക്കം നടത്തിയിട്ടില്ല. ഇപ്പോൾ തന്നെ ഒരുപാട് നിക്ഷേപങ്ങളും മറ്റുമൊക്കെ അവർ അവിടുന്ന് തന്നെ പിൻവലിച്ചിട്ടുണ്ട്. അമേരിക്കയിൽ നിന്ന് അവർ പിൻവലിച്ചിട്ടുണ്ട്. കാരണം അവർക്ക് മുമ്പോട്ട് പോകാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. കാരണം ഈ ഡോളറിനെതിരെ ഫൈറ്റ് ചെയ്ത് നിൽക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ അതേ രീതിയിൽ ഇപ്പൊ ഇന്ത്യ ചെയ്യുന്ന അതേ മെത്തേഡ്, അതിന്റെ ഒരു ഭാഗം കൂടിയായിട്ടാണ് ഈ ഇന്ത്യ ജപ്പാൻ നാണയങ്ങളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വിനിമയം നടത്താനുള്ള ഇപ്പൊ ഇത് എല്ലാ രാജ്യങ്ങളും ഇതേ മെത്തേഡിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. ഇതിനിടയിലാണ് യുദ്ധം വരുന്നത്. ഈ യുദ്ധം ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന രാജ്യങ്ങളാണ് ധനുഷ് ഈ പറയുന്ന എല്ലാ രാജ്യങ്ങളും ഇതിൽ പങ്കെടുക്കുന്നത്. കാരണം റഷ്യ ഒരു എണ്ണ ഉൽപാദക രാജ്യമാണ്. അവർ വലിയ പ്രതിസന്ധിയിലാണ്. കാരണം അവരുടെ എണ്ണ മേടിക്കാൻ പോലും ട്രംപ് സമ്മതിക്കാത്ത സാഹചര്യം. ഇറാൻ അടക്കമുള്ള GCC രാജ്യങ്ങളിൽ എണ്ണ ഉൽപ്പാദിപ്പിച്ചാലും കൊടുക്കാൻ കഴിയാത്തൊരു സാഹചര്യം. ചൈനയും ഇന്ത്യയും പോലെയുള്ള ലോകത്ത് ഏറ്റവും കൂടുതൽ എണ്ണ വാങ്ങുന്ന 2 രാജ്യങ്ങൾ. എല്ലാവർക്കും എണ്ണ തന്നെയാണ് ഒരു പ്രതിസന്ധിയായി നിൽക്കുന്നത്. ഇതിനൊരു പരിഹാരം എന്ത് എന്നുള്ളതാണ് ഒരു വലിയ വിഷയം. ഇനി ഇവിടെ നിന്ന് ഉയരാൻ പോകുന്ന ഒരു ശബ്ദം ഒരിക്കലും ഇതിനെ കോംപ്രമൈസ് ആക്കി വിടുക എന്നുള്ളതായിരിക്കില്ല. പകരം ഈ മേഖലയിലേക്കുള്ള കടന്നുകയറ്റത്തെ ഒറ്റക്കെട്ടായി ചെറുക്കണമെന്നാണ് അവർ പലവട്ടം പല വേദികളിൽ എസ് ജയശങ്കർ ആയാലും ചൈനയുടെ മന്ത്രി ആയാലും വ്ളാഡിമിർ പുടിൻ ആയാലും ഒക്കെ അത് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അംഗീകരിക്കാൻ കഴിയില്ല, ഏകാധിപത്യത്തിന്റെ കാലം കഴിഞ്ഞു. നരേന്ദ്രമോദി തന്നെ പറഞ്ഞല്ലോ, ഏകാധിപത്യത്തിന്റെ കാലം കഴിഞ്ഞു, ലോകം ഒരു ധ്രുവത്തിന്റെ ഏകധ്രുവമല്ല ബഹുധ്രുവമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. അതായത് പഴയതുപോലെ ഞാനാണ് സൂപ്പർ, ഞാനാണ് ലോക പോലീസ്, ഞാൻ പറയും നിങ്ങൾ അനുസരിക്കണമെന്നുള്ള കാലഘട്ടം കഴിഞ്ഞു എന്നിവരെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതേ രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ആയിരിക്കും, ഒരു പ്രസ്താവനയായിരിക്കും ബ്രിക്സ് ഉച്ചകോടിയിൽ ഉയരുന്നത്. അതല്ലാതെ ഇറാൻ അമേരിക്ക യുദ്ധമൊന്നും തീർക്കാനും നിങ്ങൾ ആരും മെനക്കെടത്തുമില്ല, പോകത്തുമില്ല. പകരം ഇങ്ങനെ ഒരു വാണിംഗ് അവിടെ ഉണ്ടാവും. ഇതിനകത്ത് കൈകടത്താൻ സമ്മതിക്കില്ല എന്നുള്ളത്, ബ്രിക്സ് രാജ്യങ്ങൾ ഒറ്റക്കെട്ടായിട്ട് മുൻപോട്ട് പോകുമെന്നുള്ളതും, ഏകാധിപത്യപരമായിട്ടുള്ളതും ഇരട്ടത്താപ്പ് നിറഞ്ഞതുമായിട്ടുള്ള താരിഫ് അടക്കമുള്ള കാര്യങ്ങൾ വകവെക്കില്ല എന്നുള്ള ഒരു ശക്തമായ ഒരു മുന്നറിയിപ്പ് നൽകും. പ്രത്യേകിച്ച് യുദ്ധത്തിന്റെ ഒരു സമയം കൂടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ധനുഷ് പറഞ്ഞത് വലിയ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു പോയിന്റ് തന്നെയാണ്. കാരണം ഈ നേതാക്കളൊക്കെ ഇവിടെ ഒത്തുകൂടുമ്പോൾ സ്വാഭാവികമായി തന്നെ ഈ മേഖലയിലെ സംഘർഷം അവിടുത്തെ ഒരു പ്രധാന ചർച്ചാ വിഷയമായി മാറും. ആ സംഘർഷത്തിനെതിരെ എന്തായിരിക്കാം നെക്സ്റ്റ് സ്റ്റെപ്പ് എന്നുള്ളതും ഒരുപക്ഷെ ഇവിടെ പുറത്തറിഞ്ഞില്ലെങ്കിൽ പോലും ഒരു ചർച്ചയ്ക്ക് സാധ്യതകൾ വളരെ കൂടുതലാണ്. കാരണം പൊതുശത്രു അവിടെ നിൽക്കുമ്പോഴത്തേനും ഇപ്പോൾ നിലവിലുള്ള ശത്രുക്കൾ ഒന്നിക്കുന്നു എന്ന് പറയുമ്പോൾ, നിലവിലുള്ള ശത്രു ഇന്ത്യയും ചൈനയും തമ്മിലുള്ള ശത്രുതയാണ് ഇതിനകത്ത് ഏറ്റവും എടുത്തു പറയുന്ന കാര്യം. അതിനിടയ്ക്ക് പാകിസ്ഥാൻ ശ്രീ നരേന്ദ്രമോദിയെ ക്ഷണിക്കുന്നുണ്ട് ഈ ഉച്ചകോടിക്ക് എത്താൻ വേണ്ടിയിട്ട്. അതായത് പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്നൊന്നും നിയമമില്ല അതിനകത്ത്. പലപ്പോഴും നമ്മുടെ വിദേശകാര്യമന്ത്രി രാജ്നാഥ് സിംഗ് പങ്കെടുക്കാറുള്ള ഒരു പരിപാടിയാണ് മിക്കവാറും ഒക്കെ
ഇതിൽ പോകാറുണ്ട്. അങ്ങനെ പ്രധാനമന്ത്രി പങ്കെടുക്കണമെന്ന് നിയമമില്ല. ഇപ്പോൾ ചൈനയിലാണെങ്കിലും അവിടെ ഇന്ന ആള് പങ്കെടുക്കണമെന്നില്ല, സാധാരണ പോകാറുണ്ട് എന്നുള്ളത് മാത്രമാണ്. ചൈന ആയതുകൊണ്ടാണ് വലിയ വലിയ ലീഡേഴ്സ് ഒക്കെ അവിടെ വരുന്നത്. ഇപ്പൊ ഇന്ത്യ ആയതുകൊണ്ടാണ് ചൈനയും റഷ്യയുടെ ഒക്കെ അവരുടെ പ്രധാന ഭരണാധികാരികൾ വരുന്നത്. ഇല്ലാന്നുണ്ടെങ്കിൽ അവിടുത്തെ നമുക്ക് തത്തുല്യമായിട്ടുള്ള രാജ്യത്തിന്റെ ഒരു റെപ്രസെന്റേറ്റീവ് നമ്മൾ അവിടെ അയക്കാറാണ് പതിവ്. ഇപ്പൊ ധനുഷ് പറഞ്ഞ കണക്ക് പാകിസ്ഥാനിൽ ഇപ്പോ എത്ര നേതാക്കൾ പോകുന്നുള്ള കാര്യം സംശയമാണ്. ഈ പറയുന്ന കണക്ക് യാതൊരു സെക്യൂരിറ്റിയും ഇല്ലാത്തവർക്ക് അത് വലിയ ഒരു സുരക്ഷയുമില്ല. അവിടത്തേക്ക് പോകുമോ എന്നറിയില്ല. അതുവരെയൊക്കെ പാകിസ്ഥാൻ ഈ നിലയിൽ തുടരുമോ എന്നും നമുക്കറിയില്ല.